ന്യൂസിലേക്ക് സ്വാഗതം. അഞ്ചൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ആഞ്ഞടിച്ച പ്രതിപക്ഷ നേതാവ് എ സക്കീർ ഹുസൈൻ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. അഞ്ചൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ആഞ്ഞടിച്ച പ്രതിപക്ഷ നേതാവ് എ സക്കീർ ഹുസൈൻ. പ്രതിബദ്ധതയോടെ ജനങ്ങളെ സേവിക്കുക എന്ന ലക്ഷ്യം അഞ്ചൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് അസ്തമിച്ചതായും സക്കീർ ഹുസൈൻ. രാമേശ്വരത്തിന് സമീപം രാമനാഥപുരത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച അഞ്ചൽ തഴമേൽ സ്വദേശിനി ലളിതയുടെ മൃതദേഹം സംസ്കരിച്ചു. പരിമിതികളിലും നെട്ടയം ഗവൺമെന്റ് ഹൈസ്കൂൾ നേടിയത് സ്വപ്നതുല്യമായ വിജയം. 52 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ സ്കൂളിൽ 5 വിദ്യാർത്ഥികൾക്കാണ് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചത്. അഞ്ചൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പാർക്കിംഗ് ഏരിയയിൽ മത്സ്യക്കച്ചവടം നടക്കുന്നതിനാൽ വാഹന പാർക്കിംഗ് ദുഷ്കരമാകുന്നു. വാഹനങ്ങൾ പാർക്കിംഗ് ഏരിയയിൽ കടക്കാൻ കഴിയാത്ത വിധമാണ് മത്സ്യവില്പന നടക്കുന്നത്. വാർത്തകൾ വിശദമായി. അഞ്ചൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ആഞ്ഞടിച്ച പ്രതിപക്ഷ നേതാവ് എ സക്കീർ ഹുസൈൻ. പ്രതിബദ്ധതയോടെ ജനങ്ങളെ സേവിക്കുക എന്ന ലക്ഷ്യം അഞ്ചൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് അസ്തമിച്ചതായും സക്കീർ ഹുസൈൻ ADV ന്യൂസിനോട് പറഞ്ഞു. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ എ സക്കീർ ഹുസൈൻ രംഗത്തെത്തി. മാലിന്യ നിർമ്മാർജ്ജനത്തിന് നടപടി സ്വീകരിക്കണമെന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാക്കുപോലും നിലവിലെ ഭരണസമിതി ചെവിക്കൊണ്ടില്ലെന്നും ഖരമാലിന്യ സംസ്കരണത്തിനായി പഞ്ചായത്തിൽ യാതൊരു ആലോചനയും നടന്നിട്ടില്ലെന്നും പട്ടണത്തിലെ മാലിന്യങ്ങൾ മാർക്കറ്റിൽ കുന്നുകൂടി പിന്നീട് രാത്രികാലങ്ങളിൽ കൃഷിഭൂമികളിൽ തള്ളുകയാണെന്നും സക്കീർ ഹുസൈൻ പറഞ്ഞു. അഞ്ചൽ പട്ടണത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് ഭരണകൂടങ്ങളാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതികൾ രൂപീകരണ ഘട്ടത്തിൽ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഒരു നാട്ടിൽ വികസനം ഉണ്ടാകൂ. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയി ഇപ്പോൾ ചുമതല വഹിക്കുന്ന ശ്രീമതി KR ലളിതാബായി അഞ്ചലിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് എന്നുള്ള നിലയിൽ ചില അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി. അഞ്ചലിൽ മാലിന്യ പ്രശ്നം കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ ഏറ്റവും വലിയ പട്ടണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അഞ്ചൽ പഞ്ചായത്ത് മാത്രമല്ല, അഞ്ചലിലെ തൊട്ടടുത്ത അലേമൺ, ഏരൂർ, ഇടമുളയ്ക്കൽ, കരവാളൂർ തുടങ്ങിയ പഞ്ചായത്തുകളുടെയൊക്കെ ഒരു സംഗമ കേന്ദ്രമായി അഞ്ചൽ പട്ടണം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഒരു 10 ടണ്ണോളം മാലിന്യം, ഖരമാലിന്യം ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ കെടുതി അനുഭവിക്കുന്ന ഒരു പഞ്ചായത്ത് മെമ്പറാണ് ഞാൻ. അഞ്ചൽ മാർക്കറ്റ് വാർഡിൻ്റെ ജനപ്രതിനിധിയാണ് ഞാൻ. മാർക്കറ്റിലാണ് ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ വരാനും അതുപോലെ ടൗണിൽ നിന്ന് പഞ്ചായത്ത് ജീവനക്കാർ സംഭരിക്കുന്ന മാലിന്യം മുഴുവൻ മാർക്കറ്റിൽ കൊണ്ടുവന്ന ഒരു ഭാഗത്ത് കുന്നുകൂട്ടിയിടുക എന്നുള്ള ഒരു പതിവ് പ്രവർത്തനമാണ് നാളിതുവരെ നടന്നു വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ പ്രതിബദ്ധതയോടുകൂടി ജനങ്ങളെ സേവിക്കുന്ന ലക്ഷ്യം അഞ്ചൽ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഒരു തിരിച്ചറിവ് തീർച്ചയായും നമ്മുടെ ഈ അനുഭവങ്ങൾ ഞാൻ ഈ സൂചിപ്പിച്ച വസ്തുതകളുമായി ഒരു പരിശോധന നടത്തിയാൽ നമുക്ക് തീർച്ചയായും നമുക്കറിയാൻ കഴിയും. മാർക്കറ്റ് ജംഗ്ഷനിലെ സിഗ്നൽ ലൈറ്റ് തകർന്നിട്ട് 1.5 വർഷം പിന്നിടുമ്പോഴും നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായിട്ടില്ലെന്നും സക്കീർ ഹുസൈൻ ചൂണ്ടിക്കാട്ടി. നമ്മുടെ മാർക്കറ്റ് ജംഗ്ഷനിലെ ഒരു ട്രാഫിക് സിഗ്നൽ ലൈറ്റ് ഒരു തമിഴ്നാട്ടിൽ നിന്ന് ഫ്രൂട്ട്സുമായി വന്ന ഒരു ലോറിയുടെ ഫ്രണ്ട് ടയർ പൊട്ടി വന്ന് ഇടിച്ച് തകർന്ന് പോയിട്ട് 1.5 വർഷക്കാലത്തോളം ആവുകയാണ്. ഇതിന് ക്ലെയിം കൊടുത്ത് അതിനെ പുനഃസ്ഥാപിക്കുവാൻ, ഈ ട്രാഫിക് സിഗ്നൽ ലൈറ്റ് പുനഃസ്ഥാപിക്കുവാൻ യാതൊരു ജാഗ്രതയും കാണിക്കാത്ത നിലയിലേക്ക് പഞ്ചായത്ത് കടന്നു പോവുകയാണ്. ADV ന്യൂസ് പുറത്തുവിട്ട വാർത്തകളെ തുടർന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പാർക്കിംഗ് ഏരിയയിൽ മത്സ്യക്കച്ചവടം നടക്കുന്നതിനാൽ വാഹന പാർക്കിംഗ് ദുഷ്കരമാകുന്നു. വാഹനങ്ങൾ പാർക്കിംഗ് ഏരിയയിൽ കടക്കാൻ കഴിയാത്ത വിധമാണ് മത്സ്യവില്പന നടക്കുന്നത്. അഞ്ചൽ മാർക്കറ്റിൽ മത്സ്യവില്പനയ്ക്കായി പ്രത്യേക സ്ഥലമുണ്ടെങ്കിലും ചില മത്സ്യവ്യാപാരികൾ കച്ചവടം നടത്തുന്നത് അഞ്ചൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ പാർക്കിംഗ് ഏരിയയിൽ. പാർക്കിംഗ് ഏരിയയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്താണ് മത്സ്യവില്പന തകൃതിയായി നടക്കുന്നത്. ഇതിനാൽ പല വാഹനങ്ങൾക്കും ഇവിടെ പാർക്ക് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. അഞ്ചൽ മാർക്കറ്റിൽ മത്സ്യവില്പന നടത്താൻ തുക നൽകിയ ശേഷമാണ് വിൽപ്പന നടത്തുന്നതെന്ന് മത്സ്യവ്യാപാരികൾ പറയുന്നു. എന്നാൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ മത്സ്യവില്പന നടത്തുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും മത്സ്യവില്പന മാർക്കറ്റിനുള്ളിലാക്കണമെന്നും ആവശ്യപ്പെട്ട് ഓട്ടോറിക്ഷ ഡ്രൈവർമാരും യാത്രികരും രംഗത്തെത്തി.
വാഹനഗതാഗതത്തിന് തടസ്സമായി നിന്ന നിരവധി വിൽപ്പനക്കാരെ മുൻപ് ഗ്രാമപഞ്ചായത്തും പോലീസും ചേർന്ന് ഇവിടെ ഒഴിപ്പിച്ചിരുന്നു. എന്നാൽ വീണ്ടും പാതയോരവും പാർക്കിംഗ് ഏരിയയും കച്ചവട കേന്ദ്രമായി മാറുകയാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കട കണ്ടാക്കുമെന്ന് 50 രൂപ വാങ്ങിച്ചിട്ട് ഒന്നും മിണ്ടാതെ പോയി. മിണ്ടാതെ വന്ന് കാശ് ചോദിച്ച് ഞങ്ങൾ കാശ് കൊടുത്തു. ഞങ്ങളൊരു സൈഡിൽ ഒതുക്കി വയ്ക്കാം മക്കളെ. മാർക്കറ്റിനകത്തുള്ള ദുർഗന്ധം കാരണം ബസ് സ്റ്റോപ്പിൽ പോലും ആൾക്കാർക്ക് നിൽക്കാനോ ബസ് സ്റ്റാൻഡിൽ വന്ന ഒരാളിന് ബസ് കയറി പോകാനോ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിൻ്റെ കൂടെ ഈ ബസ് സ്റ്റാൻഡിന് സമീപത്ത് കൊണ്ടുവച്ച് മീൻ കച്ചവടം എന്ന് പറഞ്ഞാൽ അനുവദിക്കാൻ പറ്റുന്നതല്ല, ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റുന്നതല്ല. അതിന് അധികാരികൾ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് പറയാനുള്ളത്. ഈ മാർക്കറ്റ് ജംഗ്ഷനിനടുത്തുള്ള ഈ പൊതു ബസ് സ്റ്റാൻഡിൽ അനധികൃതമായിട്ടുള്ളൊരു മീൻ വ്യാപാരമാണ് ഇവിടെ നടക്കുന്നത്. പൊതുജനങ്ങൾക്കും മറ്റ് യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്ക് ഈ മീൻ വ്യാപാരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ഈ നാട്ടിലെ പൊതുജനങ്ങളും മറ്റ് പൊതുപ്രവർത്തകരും രംഗത്തെത്തിയിരിക്കുകയാണ്. രാമേശ്വരത്തിന് സമീപം രാമനാഥപുരത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച അഞ്ചൽ സ്വദേശിനി ലളിതയുടെ മൃതദേഹം സംസ്കരിച്ചു. അഞ്ചൽ തഴമേലിൽ നിന്നും രാമേശ്വരത്തേക്ക് തീർത്ഥയാത്രയ്ക്ക് പോയ ടൂറിസ്റ്റ് ബസ് തിരികെ വരുമ്പോൾ രാമനാഥപുരത്ത് വെച്ചുണ്ടായ അപകടത്തിൽ മരിച്ച തഴമേൽ വടക്കേപ്പുര പുത്തൻവീട്ടിൽ ലളിതയുടെ മൃതദേഹമാണ് വീട്ടുവളപ്പിൽ സംസ്കരിച്ചത്. മൃതദേഹം രാമനാഥപുരം ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ചൊവ്വാഴ്ച രാവിലെ തഴമേലിലെ വസതിയിലെത്തിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ, CPIM ഏരിയ സെക്രട്ടറി PS സുമൻ, ജില്ലാ പഞ്ചായത്ത് അംഗം വിജയമ്മ ചന്ദ്രമോഹൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സക്കീർ ഹുസൈൻ, അഖിൽ രാധാകൃഷ്ണൻ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ADV ന്യൂസിൽ ഇനിയൊരിടവേള. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മഞ്ഞളി ജ്വല്ലേഴ്സ്. വാർത്തകൾ തുടരുന്നു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ SSLC പരീക്ഷ എഴുതിയ അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മികച്ച വിജയം. 26 വിദ്യാർത്ഥികൾക്കാണ് വെസ്റ്റ് സ്കൂളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മികച്ച വിജയം. 242 വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് മീഡിയത്തിലും 235 വിദ്യാർത്ഥികൾ മലയാളം മീഡിയത്തിലും പരീക്ഷ എഴുതി. ആകെ പരീക്ഷ എഴുതിയ 477 വിദ്യാർത്ഥികളിൽ 463 വിദ്യാർത്ഥികൾ വിജയിച്ചു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ A+ കരസ്ഥമാക്കിയതും അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. 26 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയത്തിനും A+ നേടി. 41 വിദ്യാർത്ഥികൾക്ക് 9 വിഷയങ്ങൾക്കും A+ ലഭിച്ചു. മികച്ച അധ്യാപകരെയും വിവിധ ഗ്രന്ഥശാലകളെയും യോജിപ്പിച്ച് മികച്ച വിജയത്തിനായി പ്രയത്നിച്ചതിന്റെ ഫലമാണ് ലഭിച്ചതെന്ന് PTA പ്രസിഡന്റ് K. ബാബു പണിക്കർ ADV ന്യൂസിനോട് പറഞ്ഞു. അധ്യാപകരുടെയും PTA-യുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടായ പരിശ്രമമാണ് വിജയം ഒരുക്കിയതെന്ന് HM VP ഏലിയാസ് പറഞ്ഞു. സ്കൂൾ പ്രിൻസിപ്പൽ A. നൌഷാദ്, ഡെപ്യൂട്ടി HM S. ശൈലജ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുട്ടികൾ പരീക്ഷിക്കുന്നതിൽ 242 കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിലും 235 കുട്ടികൾ മലയാളം മീഡിയത്തിലുമാണ് പരീക്ഷിക്കുന്നത്. ഇതിൽ 26 കുട്ടികൾക്ക് ഫുൾ A+ ലഭിച്ചു. 41 കുട്ടികൾക്ക് 9 A+ ആണ്. ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും, വിദ്യാർത്ഥികളെയും അധ്യാപകരെയും PTA പ്രവർത്തകരെയും എല്ലാവരെയും അഭിനന്ദിക്കുന്നതിന് വേണ്ടി ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. സ്കൂളിൻ്റെ തന്നെ ഒരു വിജയം തന്നെയാണ്. സ്കൂളിലുള്ള PTA-യുടെയും മറ്റ് അധ്യാപകരുടെയും സഹകരണത്തോടെ തന്നെയാണ് നമുക്ക് ഈ ഒരു വിജയം കൈവരിക്കാൻ കഴിഞ്ഞത്. നമുക്കിവിടെ സ്പെഷ്യലായിട്ടുള്ള A+ ക്ലാസ്സുകളും അങ്ങനെ ഒട്ടനവധി പഠന പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ് നമ്മുടെ സ്കൂളിൻ്റെ റിസൾട്ട്. പരിമിതികളിലും നെട്ടയം ഗവൺമെന്റ് ഹൈസ്കൂൾ നേടിയത് സ്വപ്നതുല്യമായ വിജയം. 52 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ സ്കൂളിൽ 5 വിദ്യാർത്ഥികൾക്കാണ് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചത്. SSLC പരീക്ഷാഫലം പുറത്തു വന്നതു മുതൽ നെട്ടയം ഗ്രാമം ആഹ്ലാദത്തിലാണ്. അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏറെ പിന്നിൽ നിൽക്കുമ്പോഴും നെട്ടയം ഗവൺമെന്റ് ഹൈസ്കൂൾ കൈവരിച്ചത് മികച്ച നേട്ടം. സാമ്പത്തികമായി ഏറെ പിന്നിൽ നിൽക്കുന്ന നിരവധി വിദ്യാർത്ഥികളാണ് നെട്ടയം സ്കൂളിൽ SSLC പരീക്ഷ എഴുതിയത്. 52 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയപ്പോൾ 5 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. മികച്ച പശ്ചാത്തല സൗകര്യങ്ങൾ ഇല്ലാഞ്ഞിട്ടും വിദ്യാർത്ഥികൾ കൈവരിച്ചത് മികച്ച വിജയമാണ്.
100% വിജയം നഷ്ടമായെങ്കിലും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾ സ്കൂളിന് അഭിമാനമായി മാറിയതായി HM P വാസുദേവൻ പറഞ്ഞു. മികച്ച ഗതാഗത സൗകര്യമില്ലാത്ത പ്രദേശമായതിനാൽ കിലോമീറ്ററുകളോളം നടന്നാണ് പല വിദ്യാർത്ഥികളും നെട്ടയം സ്കൂളിൽ എത്തുന്നതെന്നും ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനായി സ്കൂൾ ബസ് യാഥാർത്ഥ്യമാക്കാൻ അധികൃതർ ആത്മാർത്ഥമായി ഇടപെടണമെന്ന് PTA പ്രസിഡന്റ് M ജയചന്ദ്രൻ പറഞ്ഞു. ഇപ്പോൾ നേട്ടങ്ങളുടെ നെറുകയിലാണ് നന്മ നിറഞ്ഞ നാട്ടിൻപുറത്ത് നിൽക്കുന്ന പ്രശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന നെട്ടയം ഗവൺമെൻറ് ഹൈസ്കൂൾ. കഴിഞ്ഞ 3-4-5 വർഷക്കാലമായിട്ട് 100 മേനി വിജയം നമ്മളിൽ നിന്ന് അല്പം ഭാഗ്യദോഷം കൊണ്ട് അകലെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. യാത്രാ അസൗകര്യം, സാമ്പത്തികമായ ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും സാധാരണക്കാരായ കുട്ടികളാണ് ഇവിടെ അധ്യയനം നടത്തുന്നത്. ഗ്രാമീണ മേഖലയിലുള്ള സ്കൂളിനകത്ത് ഏറ്റവും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യം എന്ന് ഇവിടെ ഒരു യാത്രാ സൗകര്യം വളരെ ബുദ്ധിമുട്ടാണ്. സ്കൂളിന് സ്വന്തമായിട്ടൊരു വാഹനമില്ല. ഇവിടെ വരുന്ന വിദ്യാർത്ഥികൾ വളരെ 2-3 കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് ഇവിടെ എത്തുന്നത്. തോറ്റ ഒരു കുട്ടിയുടെ വീട്ടിൽ തന്നെ ഇന്നലെ ഞങ്ങൾ രാത്രി പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ ആ കുട്ടി തന്നെ ഒരു 4 കിലോമീറ്റർ നടന്നിട്ടാണ് ഇവിടെ വന്ന് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചില സാഹചര്യത്തിൽ വന്ന ഒരു കുട്ടി മാത്രമാണ് നമുക്ക് തോറ്റുപോയത്. അത് ഞങ്ങൾക്കെല്ലാം വളരെ വേദനയുള്ളൊരു കാര്യമാണ്. SSLC പരീക്ഷയിൽ 100% വിജയം കരസ്ഥമാക്കിയ അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ജില്ലാ പഞ്ചായത്തിന്റെ 5 ലക്ഷം. 100% വിജയം കരസ്ഥമാക്കി കിഴക്കൻ മേഖലയ്ക്ക് അഭിമാനമായി മാറിയ അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ജില്ലാ പഞ്ചായത്ത് 5 ലക്ഷം രൂപ അനുവദിച്ചു. വിജയം കൈവരിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും HM KP വത്സലയും PTA പ്രസിഡന്റ് A ഷാജഹാനും മറ്റ് അധ്യാപകരും ചേർന്ന് അഭിനന്ദിച്ചു. ജില്ലയിൽ 100% വിജയം നേടിയ സ്കൂളുകൾക്ക് ജില്ലാ പഞ്ചായത്ത് 5 ലക്ഷം രൂപ വീതം അനുവദിച്ചിട്ടുണ്ട്. അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചു. വളരെ സന്തോഷമുണ്ട്. പേരൻസ്, ഇവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവരും ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. അവരോട് എല്ലാവരും നന്ദി പറയാം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകളിലേക്ക്. അഞ്ചൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ആഞ്ഞടിച്ച പ്രതിപക്ഷ നേതാവ് A സക്കീർ ഹുസൈൻ. പ്രതിബദ്ധതയോടെ ജനങ്ങളെ സേവിക്കുക എന്ന ലക്ഷ്യം അഞ്ചൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് അസ്തമിച്ചതായും സക്കീർ ഹുസൈൻ. രാമേശ്വരത്തിന് സമീപം രാമനാഥപുരത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച അഞ്ചൽ തഴമേൽ സ്വദേശിനി ലളിതയുടെ മൃതദേഹം സംസ്കരിച്ചു. പരിമിതികളിലും നെട്ടയം ഗവൺമെന്റ് ഹൈസ്കൂൾ നേടിയത് സ്വപ്നതുല്യമായ വിജയം. 52 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ സ്കൂളിൽ 5 വിദ്യാർത്ഥികൾക്കാണ് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചത്. അഞ്ചൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പാർക്കിംഗ് ഏരിയയിൽ മത്സ്യക്കച്ചവടം നടക്കുന്നതിനാൽ വാഹന പാർക്കിംഗ് ദുഷ്കരമാകുന്നു. വാഹനങ്ങൾ പാർക്കിംഗ് ഏരിയയിൽ കടക്കാൻ കഴിയാത്ത വിധമാണ് മത്സ്യവില്പന നടക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10 മണിക്ക്. നമസ്കാരം.